പല കാര്യങ്ങളെന്ന് വെച്ചാൽ ഡയറക്ടറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചുക്കാൻ പിടിച്ചിരിക്കുന്ന ആൾ. ഡയറക്ടർ ഒരാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത്രയും കുടുംബാംഗങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഡയറക്ടർ ഇരുന്നിട്ട് പോലും നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് പോലും ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും അയാൾ തയ്യാറായിട്ടില്ല. 4:30 ഒരു നിമിഷം പറയുന്നു നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടു, നിങ്ങൾ നാളെ മുതൽ വരണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കണം. അന്ന് മുതൽ ഇവിടെ ഇരിക്കുന്നതാണ്. 1-ാം തീയതി തൊഴിൽ ദിനത്തിന് അന്ന് തന്നെ നമ്മളെ ഒരു ജോലി നഷ്ടപ്പെട്ട് ഇരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു വരുമാനം കൊണ്ട് കഴിയുന്നവരാണ് ഞങ്ങൾ. അതൊരിക്കലും നമുക്ക് നേടിയെടുത്തേ പറ്റൂ. എന്തായാലും അത് വേണം ഞങ്ങൾക്ക്. ജയരാജ് TC ഓഫീസ് കമ്മീഷൻ ഓഫീസ് പോയ സമയത്തും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കാം, നമ്മളെ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയാം. പക്ഷെ അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് ഈ ഡയറക്ടർ മാത്രമാണ്. ആ ഡയറക്ടർ കാരണമാണ് ഇത്രയും പേരുടെ ജീവിതം ഇങ്ങനെ ആകാൻ കാരണം തന്നെ ഡയറക്ടർ. സർക്കാരിനോട് അപമാനമാക്കുമല്ലേ ഡയറക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 4-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് സർക്കാരിനല്ലേ ദോഷം? അതെ, അത് ഡയറക്ടർ എന്താ മനസ്സിലാക്കാത്തത്? മെയ് ദിനത്തിന് അന്ന് തൊട്ട് ജോലിയില്ല. CPM പോലൊരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് അത് നല്ലതാണ്. ഈ മെയ് ദിനത്തിൽ തന്നെ ജോലിയാണ്. ഒരു 10 ദിവസം കളഞ്ഞിട്ട് കളാം. മെയ് ദിനത്തിന് അന്ന് തന്നെ ജോലി കളയെന്ന് വെച്ചാൽ എന്തോ വൈരാഗ്യം ഉണ്ടല്ലോ ഡയറക്ടർക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ ചൂരൽമലയിൽ നിന്നല്ലേ ഇവിടെ എത്തിയിരിക്കുന്നത്, ഉരുൾപൊട്ടൽ ബാധിച്ചിരിക്കുന്ന ചൂരൽമലയിൽ. അവിടെയൊക്കെ എത്രയോ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഇവിടം വരെ എത്തി ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേദനാജനകമായ ഒരു കാര്യമല്ലേ. ദിവസം വരണമെങ്കിൽ ഞങ്ങൾക്ക് 150 രൂപ വേണം. അപ്പം പിന്നെ വരാനുള്ള ബുദ്ധിമുട്ട്, പിള്ളേരെ ചെലവ്, വീട്ടിലെ ചെലവ്, ഇതെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ നമുക്ക് ദേഷ്യത്തിന് അവര് സങ്കടമാണ് വരണം. ആരുടെ പോയി പറയണമെന്ന് അറിഞ്ഞുകൂടാ. മുഖ്യമന്ത്രിയുടെ വാതിൽ ഇനി ഞങ്ങൾ എങ്ങനെയാ പോയി തട്ടേണ്ടത്? ഞങ്ങൾക്ക് നേരിട്ട് പോയി കാണാനുള്ള ഒരു അവസരം ഇല്ല. അതായത് പൊതുജനങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാനുള്ള അവസരം ഇല്ലേ? ഒരവസരവും ഇല്ല. ഞങ്ങൾക്ക് യൂണിയൻ വഴി പോയാലേ കാണാൻ പറ്റത്തുള്ളൂ. യൂണിയൻ നേതാക്കൾ വന്ന് സംസാരിച്ചാലേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പെരുവഴിയിലിരിക്കുന്നത്. മുഖ്യമന്ത്രി ജയരാജന് സാറിൻ്റെ ഇത് അറിയുമെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാം എന്നാണ് മുഖ്യമന്ത്രി പറയണത്. പക്ഷേ ജയരാജ് ഇത്രയും കടുത്ത നീതി എടുക്കണ എന്തിനെന്ന് അറിയില്ല. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. മുഖ്യമന്ത്രി ഇത് അറിയുവാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെ അറിഞ്ഞു കാണത്തില്ല. അറിഞ്ഞാൽ ഞങ്ങളെ തിരിച്ചെടുക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രി ഞങ്ങളെ ഒരിക്കലും കൈ ഒഴിയത്തില്ല. അത് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങള് മുഖ്യമന്ത്രിയുടെ പാർട്ടി ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു കൂട്ടം തൊഴിലാളികൾ, അതായത് സർക്കാർ തൊഴിലാളികൾ ഇവിടെ സമരം തുടങ്ങിയിട്ട് 19 ദിവസമായി. FMS MBD തൊഴിലാളികളാണ്. അവരെ വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക ചെയ്യുന്നത്. അതായത് തൊഴിലാളി ദിനമായ മെയ് 1-ന് അവരോട് പറയുന്നു ഇന്ന് മുതൽ നിങ്ങൾക്ക് തൊഴിലില്ല എന്ന്. ഏതാണ്ട് 200 ആൾക്കാരെയാണ് ഈ തൊഴിലിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവരിപ്പോ 19 ദിവസമായിട്ടും ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുകയാണ്. തൊട്ടപ്പുറത്താണ് ആശാ വർക്കേഴ്സിന്റെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും ഇപ്പം പ്രതിപക്ഷ കക്ഷികളാകട്ടെ കക്ഷികളുടെ നേതാക്കന്മാരാകട്ടെ ആരും ഇവരെ തിരിഞ്ഞു നോക്കാൻ എത്തിയില്ലെന്നുള്ളതാണ് സത്യം. ഇവരുടെ കുടുംബങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പൊ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിയിട്ടുണ്ട് ആൾക്കാർ. വയനാട്ടിൽ ചൂരമലയിൽ നിന്ന് പോലും ഇവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അവരാണ് ഇപ്പൊ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു 7000 രൂപയാണ് അവരുടെ സീഡിറ്റ് തൊഴിലാളികളായിട്ട് MBD തൊഴിലാളികളൊക്കെ ആയിട്ട് താൽക്കാലിക ജീവനക്കാരായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ ശമ്പളം. ഇവർക്ക് ഈ വരുമാനം ഒന്ന് കൃത്യമായിട്ട് കിട്ടിയാൽ മതി എന്ന് മാത്രമേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ തൊഴിൽ അവർക്ക് വീണ്ടും കിട്ടണം. ഇപ്പൊ നിങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ സർക്കാരിന് പറ്റുന്നില്ലെങ്കിൽ അവരോട് മുൻകൂട്ടി പറയായിരുന്നു നിങ്ങൾക്ക് തൊഴിൽ നാളെ മുതൽ ഇല്ലെങ്കിൽ 1 വർഷമെങ്കിലും നീട്ടി കൊടുത്തിട്ട് പറയായിരുന്നു അടുത്ത കൊല്ലത്തേക്കിന് നിങ്ങൾക്ക് തൊഴിൽ നിങ്ങൾ വേറെ കണ്ടെത്തിക്കോണം, ഈ 1 വർഷം കൂടെ നിങ്ങൾക്ക് തൊഴിലുള്ളൂ എന്ന് പറയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ, അതായത് മെയ് 1-ന് ഇവരോട് പറയുന്നു നിങ്ങൾക്ക് നാളെ മുതൽ തൊഴിലില്ല എന്ന്. ഇവർ എത്രമാത്രം കുടുംബങ്ങളാണ് പട്ടിണിയിലാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം സർക്കാരിന്റെ 4-ാം വാർഷിക ദിനമാണ്, 4-ാം വാർഷികാഘോഷമാണ് ഇപ്പൊ നടന്നുകൊണ്ട്. ആ ബോർഡാണ് ഇതിന് തൊട്ടടുത്ത് കാണുന്നത്. ഇവിടെ സെക്രട്ടേറിയറ്റ് നടയിലാണ് ഈ 2 സമരങ്ങൾ നടക്കുമ്പോഴാണ് മറുവശത്ത് പിണറായി സർക്കാരിന്റെ 4-ാം വാർഷികം ആഘോഷിക്കുന്ന ബോർഡ് വെച്ചിരിക്കുന്നത്. എങ്ങനെ ഇവർക്ക് സന്തോഷപരമായിട്ട് ഇതൊക്കെ നടക്കുമ്പോൾ ഈ വാർഷികം ആഘോഷിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ പേഴ്സണൽ സ്റ്റാഫിനെയൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം എത്രയോ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്. തുടർച്ചയായിട്ട് പാർട്ടിക്കാരെയെല്ലാം 2 വർഷം തിരികെ കയറ്റുകയാണ് പെൻഷൻ കിട്ടാൻ വേണ്ടി. 1-2 വർഷം കഴിയുമ്പോൾ അവരെ മാറ്റി പുതിയ ആൾക്കാരെ, എല്ലാവർക്കും വെറുതെ ഇരുന്ന് പെൻഷൻ മേടിക്കാം. അവരെയൊക്കെ അന്ന് അവോയ്ഡ് ചെയ്താൽ മാത്രം മതി ഇവരുടെയൊക്കെ ശമ്പളം കൊടുക്കാനായിട്ട്. എന്ത് സാധുക്കളായ വനിതകളാണ് കൂടുതൽ ഇവിടെ എത്തി സമരം ചെയ്യുന്നത്. രാവിലെ നിന്നോ വൈകുന്നേരമോ ഒന്നുമില്ലാതെ പട്ടിണി നടന്നുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇരിക്കുകയാണ്. ഇവർക്ക് കുട്ടികളുണ്ട്, മക്കളുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ വളരെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരും ഇവരെ തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥ. അതുപോലെ ആശാ വർക്കേഴ്സ് ഇപ്പൊ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 100-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അവരും ഇതുപോലെ തന്നെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്നു.
അപ്പൊ ഈ ഒരു കാഴ്ച കണ്ടില്ലെന്ന് അടിക്കരുത്. ഇപ്പം എത്രയോ അനാവശ്യ തസ്തികകൾ ഇവിടെ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ അനാവശ്യമായ ചെലവുകൾ ദൂർത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവരുടെ തുച്ഛ വരുമാനമായ 7,000 രൂപർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് പരിതാപകരമാണ്. തീർച്ചയായിട്ടും പിണറായി സർക്കാർ ഇതിന് ആക്ഷേപകരമായ കാര്യമാണ് എന്നാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.